കേരളത്തെ ഒരു തരത്തിലും അവഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ് മോദിജി, ഞാനും അത് അംഗീകരിക്കുന്നു. അതായത് കേരളത്തെ അതായത് ധനപ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ധനപ്രതിസന്ധിയുടെ കാരണം 15th ഫിനാൻസ് കമ്മീഷൻ്റെ അവഗണന, അതുപോലെ തന്നെ കേരളം അർഹിക്കുന്നതൊന്നും തരാത്തത് കൊണ്ടാണ് എന്നാണ്. പ്രിയപ്പെട്ട മോദിജി, കേരളത്തെ മാത്രമായിട്ട് അവഗണിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിൻ്റെ ഭാഗത്തുള്ള കുറ്റങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടാതെ പോകാൻ കാരണമായിട്ടുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തെ മാത്രമായിട്ട് അവഗണിക്കുന്നില്ല എന്ന് വച്ചാൽ ഈ ഇന്ത്യയിലെ ഈ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേ സമയത്ത് ഒരുപോലെ വിഭവത്തിൻ്റെ കാര്യത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രങ്ങൾ ഈ ഗവൺമെൻറ്, അതായത് മോദിജിയുടെ ഗവൺമെൻറ് 2014 മുതൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സെസ്സിൻ്റെ രൂപത്തിൽ, സർചാർജിൻ്റെ രൂപത്തിൽ, അതുപോലെ തന്നെ അതായത് ഞാൻ പറയുകയാണ് 133% വർധനവാണ് 2018-നും 2023-നും ഇടയ്ക്ക് സെസ്സിൻ്റെ കാര്യത്തിൽ മാത്രം വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സർചാർജിലും വർധനവുണ്ടായി. അപ്പോൾ ഈ സെസ്സും സർചാർജും വർദ്ധിപ്പിച്ച അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് അർഹത തരുന്നുണ്ട്, അവകാശം തരുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ പരിധി വിട്ടാൽ എന്ത് സംഭവിക്കും? ഈ സെസ്സും സർചാർജും പരിധി വിട്ട് വളർന്നത് കാരണം, ഉയർത്തിയത് കാരണം കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള തരത്തിൽ നികുതി ചുമത്താനോ അതിന് പുറത്ത് അവർക്കും സെസ് ചുമത്താനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്, സെസ് ചുമത്താനോ പറ്റുന്നില്ല. അതായത് നികുതി സമാഹരണത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന രീതി എല്ലാ സംസ്ഥാനങ്ങളോടുമായിട്ട് 2014-15 മുതൽ മോദി ഗവൺമെൻറ് ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ അപകടകരമായ പോക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മാറ്റം വരുത്താതെ കേരളത്തെ അവഗണിക്കുന്നില്ല, ശരിയാണ്, കേരളത്തെ മാത്രമായിട്ട് അവഗണിക്കുന്നില്ല. പക്ഷേ 28 സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറികളെയും ബഹുമാനപ്പെട്ട മോദിജി കേന്ദ്രം ഈ ഫെഡറൽ സിസ്റ്റത്തിൽ വരുത്തിയിരിക്കുന്ന ഇത്തരം ചില കൈകടത്തലുകൾ, വേറൊരു കൈകടത്തലാണ് അതായത് കേന്ദ്രവും സംസ്ഥാനവും പങ്കിട്ട് നടത്തുന്ന പദ്ധതികൾ, അതിൽ കേന്ദ്രത്തിൻ്റെ പങ്ക് വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ പങ്ക് ഉയർത്തുക. ഈ 2 രീതിയിൽ സെസ്, സർചാർജ്, മൂന്നാമത് ഈ പറയപ്പെട്ട കേന്ദ്ര സംസ്ഥാനങ്ങൾ ഒന്നിച്ച് നടത്തുന്ന പദ്ധതികളിൽ കേന്ദ്രത്തിൻ്റെ ഷെയർ പങ്ക് വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിക്കുക. ഈ 3 വഴികളിലൂടെയും സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അത് മറച്ചു വെച്ചാൽ അറിയാവുന്നവർ, തിരിച്ചറിയാവുന്നവർ ചോദിക്കുമ്പോൾ അങ്ങ് ഉത്തരം മുട്ടിപ്പോകും എന്ന കാര്യം വിസ്മരിക്കരുത്. ഇനി അതുപോലെ വേറൊരു അദ്ദേഹത്തിൻ്റെ ഒരു മോഹം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേരളത്തിൽ 2 അക്കത്തിലേക്ക് BJPയുടെ MP-മാരുടെ നമ്പർ ഉയരുമെന്ന്. ആയിരിക്കാം. അദ്ദേഹം കേരളത്തെപ്പറ്റി എനിക്ക് തോന്നുന്നു അദ്ദേഹം കേരളത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കേരളത്തെ നന്നായി മനസ്സിലാക്കിയാൽ കേരള ജനതയുടെ അവരുടെ യുക്തിസഹമായ ചിന്താരീതിയെ നന്നായി വിലയിരുത്തുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിൽ അവരേത് പാർട്ടിയിൽപ്പെട്ടവരുമാകട്ടെ അവർ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള, അതായത് സെക്യുലർ ഡെമോക്രസി എന്നാൽ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലുള്ള ജനാധിപത്യ വിശ്വാസികൾ. ആ കാരണം കൊണ്ടാണ് വളരെ അപൂർവമായി മാത്രം ഒരിക്കൽ രാജഗോപാൽ ജയിച്ചു മത്സരിച്ചു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ നന്മ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിജയിച്ചു പോയത്. അതല്ലാതെ സെക്യുലർ മൈൻഡ് മാറിപ്പോയത് കൊണ്ടല്ല. കേരളത്തിൻ്റെ ആ സെക്യുലർ മൈൻഡിനെയാണ് ചോദ്യം ചെയ്യുന്നത് എങ്കിൽ എനിക്ക് തോന്നുകയാണ് ബഹുമാനപ്പെട്ട മോദിജി താങ്കൾ വെയിറ്റ് ചെയ്യുക, 2 അക്കത്തിൽ താങ്കൾ ജയിച്ച് മുന്നേറുമോ എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കേരളത്തിലെ മതേതര സ്വഭാവമുള്ള കേരളത്തിലെ ജനങ്ങളുടെ ചിന്താശക്തിയെ പറ്റി അങ്ങേക്കുള്ള തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ അപ്പോൾ മാറുമായിരിക്കും. ഏതായാലും കേരളത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഗഗൻയാനുമായിട്ട്, അതായത് അദ്ദേഹം എന്തായാലും പറഞ്ഞില്ല ഞാൻ വന്നതുകൊണ്ട് VSSC ഉണ്ടായി, ഞാൻ വന്നതുകൊണ്ട് മാത്രം ഗഗൻയാൻ ഉണ്ടായി, അതൊന്നും പറയാൻ മടിക്കാത്തവനാണ്. കാരണം ചന്ദ്രനിൽ എത്തിയപ്പോൾ അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്താൻ ഒരു മടിയും കാണിക്കാത്ത അദ്ദേഹം ആയിക്കോട്ടെ, അദ്ദേഹം ഈശ്വരനെ എവിടെ വേണമെങ്കിലും പ്രതിഷ്ഠിച്ചു കൊള്ളട്ടെ. കാരണം ഈശ്വര വിശ്വാസിയാണ് ഞാനും. ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് വിശ്വസിക്കുന്ന
അത് ഈശ്വരനിൽ വിശ്വാസമുള്ളവർക്കറിയാം ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന്. അപ്പോൾ ചന്ദ്രനിലാണെങ്കിലും മറ്റേതൊരു ഗ്രഹത്തിലാണെങ്കിലും ഈശ്വരനുണ്ട്. അതൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന്, അതായത് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തിയ മോദിജി ഇവിടെ ഗഗൻയാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ VSSCക്ക് 1800 കോടിയുടെ ഒരു പദ്ധതിയാണ് ഡിക്ലെയർ ചെയ്തത്. തീർച്ചയായും അത് കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, പക്ഷേ കേരളം കൂടി ഉൾപ്പെടുന്ന VSSCക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഗഗൻയാനുമായി ഉള്ള ചർച്ചയുടെ സമയത്ത് എനിക്ക് ഭയമുണ്ടായിരുന്നു, ഒരു പക്ഷേ VSSC BJP ഭരണത്തിലെത്തിയ 2014 ശേഷമാണ് കൊണ്ടുവന്നത് എന്ന് വരെ മോദിജി പറഞ്ഞു കളയുമോ എന്ന്. കാരണം 1962 എല്ലാ തരത്തിലുള്ള വാഗ്ദാനങ്ങളും കൊടുത്ത ഇന്ത്യയുടെ ശാസ്ത്രീയമായ മുന്നേറ്റം, മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം ശാസ്ത്രീയമായിട്ട് ഇന്ത്യയും മുന്നേറണം, അത് സ്പേസിൻ്റെ കാര്യത്തിലായാലും എന്ന കരുതലോടുകൂടി എന്ന മുൻകരുതലോടുകൂടി ആണ് നെഹ്റു അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് VSSCക്ക് വേണ്ടി പ്രത്യേക മുൻകരുതലോടുകൂടി പണം നീക്കിവെച്ചതും അങ്ങനെ VSSC ആരംഭിച്ചതും. അതിൻ്റെ പോലും ക്രെഡിറ്റ് എടുക്കാൻ മോദിജി തുടങ്ങുമോ എന്ന ഭയമുണ്ടായിരുന്നു. പക്ഷേ 1800 കോടി ഇതിനു വേണ്ടിയിട്ട് VSSCക്ക് വേണ്ടി, VSSCയുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗഗൻയാൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് എന്ന പ്രഖ്യാപനം നടത്തി അദ്ദേഹം ഒതുങ്ങി. അത് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതും നാം വിമർശിക്കേണ്ടി വരുമായിരുന്നു.